2 വയസ്സേ ഉള്ളൂ ഐറ ബേബിക്ക്. എത്ര മനോഹരമായിട്ടാണ് നാഷണൽ ആന്തം പഠിച്ചിരിക്കുന്നതല്ലേ. നമ്മുടെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ നാഷണൽ സിംബൽസ്, നാഷണൽ ആന്തം എല്ലാം അവർ പഠിച്ചിരിക്കണം. അതവരെ ദേശഭക്തരാക്കും. അവരുടെ നാടിനും ദേശത്തിനും ദോഷകരമായിട്ടുള്ള ഒന്നും അവർ ചെയ്യാതിരിക്കാൻ അവർ ദേശഭക്തരായി വളരട്ടെ. പക്ഷെ നമ്മൾ ഐറ ബേബിയെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. വലിയ ചേട്ടന്മാരും ചേച്ചിമാരും പാടുമ്പോൾ അതിനിടയിൽ കൂടെ നടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്ര നന്നായിട്ടാണ് കുഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അമ്മ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ എത്ര ഫോക്കസ്ഡ് ആണ് ആ കുഞ്ഞ്. നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ ഇല്ലാത്തതും ഈ ഫോക്കസ് ആണ്. കാരണം അവരുടെ കളിക്കോപ്പുകൾ മൊബൈലും ടിവിയുമാണ്. ദയവായി അരമണിക്കൂറിൽ കൂടുതൽ മൊബൈലോ ടിവിയോ അവരെ കാണിക്കാതിരിക്കുക. ടീച്ചറെ, ഞാൻ കാണിക്കുന്നതല്ല, അവർ എടുത്തുകൊണ്ട് പോകുന്നതാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു? നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി TV അൺസബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. കുഞ്ഞുങ്ങൾ എടുക്കില്ല. അപ്പോ ഇനി നമുക്ക് ഇംഗ്ലീഷിലോട്ട് വരാം. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സിംഗ്. ടീച്ചർ ഒരു 12 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേർബ്സ്. അതിൽ സിംഗ്, സാങ്, സങ്. സിംഗ് ഉപയോഗിച്ച് നമുക്ക് ആര്, എന്ത്, എങ്ങനെ. ഐറ ബേബി ഒരൊറ്റ ഐറ ബേബിയേ ഉള്ളൂ. അപ്പോ സിംഗ് അല്ല, സിങ്സ്. നമ്മൾ S ചേർത്ത് വേണം വേർബ് ഉപയോഗിക്കാൻ. ഐറ ബേബി സിങ്സ് നാഷണൽ ആന്തം. ഐറ ബേബി പാടിക്കഴിഞ്ഞു. ഐറ ബേബി സാങ് നാഷണൽ ആന്തം. കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് ഐറ ബേബി അന്ന് പാടി, മുന്നേ പാടി. എങ്ങനെ പറയും? ഐറ ബേബി ഹാഡ് സങ് ദ നാഷണൽ ആന്തം. മനസ്സിലായോ? ഇനി ഐറ ബേബി പാടിക്കൊണ്ടേയിരിക്കുന്നു, ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോ സിംഗിങ് ആയിട്ട് മാറും. ഐറ ബേബി ഇസ് സിംഗിങ് നാഷണൽ ആന്തം. ഐറ ബേബിയുടെ ബ്രദറും കൂടെ ജോയിൻ ചെയ്തില്ലായിരുന്നോ? അപ്പോ ഐറ ബേബി ആൻഡ് ഹർ ബ്രദർ സിംഗ് നാഷണൽ ആന്തം. ഐറ ബേബി ആൻഡ് ഹർ ബ്രദർ ആർ സിംഗിങ് നാഷണൽ ആന്തം. ഐറ ബേബി സിങ്സ് നാഷണൽ ആന്തം എന്ന് ആർക്കും പറയാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ അതിന് കുറച്ച് സ്റ്റൈലൊക്കെ ഉണ്ടാവണം, അല്ലേ? അപ്പോ 3 വേർഡ്സ്: patriotic, rendering, awesome. patriotic ദേശഭക്ത, rendering അവതരണം, awesome അടിപൊളി. അപ്പോ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐറ ബേബി is patriotic. Her rendering of national anthem is awesome. എങ്ങനെ? അടിപൊളിയല്ലേ? അപ്പോ ദയവായി ടീച്ചറിന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക. ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. മുതിർന്നവരെയും കുട്ടികളെയും എല്ലാം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന ആളാണ്, സൈലന്റ് ആയിട്ട്. ഇപ്പൊ വയലന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ബിൽഡ് മൈ ഡ്രീം സ്കൂൾ. അപ്പോ അതിന് ടീച്ചറിനെ സഹായിക്കാൻ പ്ലീസ് സബ്സ്ക്രൈബ് and forward and share, because English ആർക്കും പഠിക്കാം. കാരണം ആരാണ് പഠിപ്പിക്കുന്നത്? It's me, Shalini.